മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലെ പുതിയ മന്ത്രിമാർ ചുമതലയേറ്റു തുടങ്ങി. വിദേശകാര്യമന്ത്രിയായി എസ് ജയശങ്കറും റെയിൽവേ മന്ത്രിയായി അശ്വിനി വൈഷ്ണവും ചുമതലയേറ്റു. പെട്രോളിയം വകുപ്പ് സഹമന്ത്രിയായി സുരേഷ് ഗോപി ചുമതലയേറ്റു. എനിക്ക് പഠിക്കണം, എനിക്കിത് തീർത്തും പുതിയ ഒരു ഒരു സംരംഭമാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. വലിയ ഭാരിച്ച ചുമതലയാണെന്ന് എനിക്കറിയാം. മിനിസ്ട്രിയെ സംബന്ധിച്ച് ഞാൻ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. UKG കയറിയ അനുഭവമാണ്. വിലവർധനയൊക്കെ സ്ക്വയർ ചെയ്യുന്ന തരത്തിൽ നമുക്ക് ഓയിൽ ഫൈൻഡിങ്സ് വേണം. അപ്പോൾ ഓയിൽ എക്സ്പ്ലോറേഷൻ നമ്മുടെ കാവേരി ബേസിൽ, അതുപോലെ തന്നെ കൊല്ലത്ത് ഇപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഇങ്ങനെ ഊഹാപോഹം കേൾക്കുന്നു. അങ്ങനെ ഒരു സാധ്യതയാണെങ്കിൽ ഫലവത്തായ ഇംപ്ലിമെന്റേഷനും വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും. അടുത്ത വർഷം പൂരം മനോഹരമായി ജനഹിതത്തിൽ നടത്തിയിരിക്കും. അത് അന്ന് പറഞ്ഞതാണ്. അതിനാണ് എന്നെ അനുഗ്രഹിച്ച് തൃശ്ശൂർക്കാർ ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. ന്യൂനപക്ഷ സഹമന്ത്രി ജോർജ് കുര്യൻ 11 മണിക്ക് ഓഫീസിലെത്തും. 100 ദിവസത്തെ കർമ്മ പദ്ധതി സാക്ഷാത്കരിക്കാൻ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കണം എന്ന് മന്ത്രിമാർക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. ഈ മാസം 18 മുതലാണ് ലോക്സഭാ സമ്മേളനം തുടങ്ങുക. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, എപ്പോഴായിരുന്നു സുരേഷ് ഗോപി ഈ പെട്രോളിയം മന്ത്രാലയത്തിലെ സഹമന്ത്രി സ്ഥാന ചുമതല ഏറ്റെടുത്തത്? എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? വേണു, ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് സുരേഷ് ഗോപി ശാസ്ത്രി ഭവനിലെ പെട്രോളിയം മന്ത്രാലയത്തിലെത്തി ചുമതല ഏറ്റത്. ഹർദീപ് സിംഗ് പുരിയുടെ സാന്നിധ്യത്തിലായിരുന്നു ചുമതല ഏറ്റെടുത്തത്. അദ്ദേഹവും സുരേഷ് ഗോപിയോടൊപ്പം എത്തിയിരുന്നു. സുരേഷ് ഗോപി ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾ ബൊക്കകൾ നൽകി ആണ് സ്വീകരിച്ചത്. അതിനുശേഷം അദ്ദേഹം പോയി ഈ ചുമതല ഏൽക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം പ്രതികരിച്ചത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ 0 നിന്ന് തുടങ്ങേണ്ടതാണ്. തികച്ചും ഒരു വലിയ ദൗത്യമാണ്, ഉത്തരവാദിത്വമാണ് തനിക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ എല്ലാ രീതിയിലും പഠിച്ച ശേഷമായിരിക്കും താൻ പ്രവർത്തിക്കുക. ഒരു UKG ക്ലാസ്സിൽ കൊണ്ടിരുത്തിയ അവസ്ഥയാണ് നിലവിലുള്ളത്. എന്നിരുന്നാലും എല്ലാ സാധ്യതകളും ഇതുമായി ബന്ധപ്പെട്ട പരിശോധിക്കും. കൊല്ലത്തടക്കം ചില കാര്യങ്ങളിൽ ഒരു വാർത്തകൾ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് പരിശോധിച്ചുകൊണ്ട് അത്തരം സാധ്യതകൾ കൂടി മുന്നോട്ട് കൊണ്ടുവരും. കേരളത്തിൽ പൊതുവെ ടൂറിസം, പെട്രോളിയം രണ്ടും കേരള സംസ്ഥാനത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ അതിലും വേണ്ട വിധത്തിൽ തന്റെ ഇടപെടൽ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത വർഷത്തെ തൃശൂർ പൂരമാകട്ടെ അത് ജനഹിതത്തിനനുസരിച്ചുകൊണ്ട് സുരക്ഷിതപരമായിട്ടും ആയിരിക്കും അത് നടത്തുക അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. നിലവിൽ അദ്ദേഹം ശാസ്ത്രി ഭവനിലെ പെട്രോളിയം മന്ത്രാലയത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം പോകുന്നത് ഈ ടൂറിസം മന്ത്രാലയത്തിലേക്കാണ്. അവിടെ എത്തി ചുമതലയേൽക്കും. 12 മണിക്ക് ഇതേ ശാസ്ത്രി ഭവനിൽ വെച്ച ഒരു യോഗം ചേരുന്നുണ്ട്. ഹർദീപ് സിംഗ് പുരിയുടെ നേതൃത്വത്തിൽ ഇവിടെ യോഗം ചേരുന്നുള്ള കാര്യവും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതിൽ ഇനിയുള്ള ഭാവി പദ്ധതികൾ, 100 ദിവസത്തെ കർമ്മ പദ്ധതികൾ അടക്കമുള്ള കാര്യങ്ങളുടെ ഒരു വിശകലനം ഈ യോഗത്തിലുണ്ടാകും. സിനിമ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചത് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും. ആ സംസാരിച്ച ശേഷമുള്ള കാര്യങ്ങൾ അറിയിക്കാമെന്നുള്ളതാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും 12 മണിക്ക് ഇവിടെ ഒരു യോഗം കൂടി നടക്കുന്നുണ്ട്. അത് ഇനി പുതിയ മന്ത്രിമാരുടെ ഒരു ഭാവി പദ്ധതികൾ അല്ലെങ്കിൽ ഈ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങളുടെ ഒരു തുടക്കമായിരിക്കും ഇന്ന് 12 മണിക്ക് നടക്കുന്ന യോഗം. നിലവിൽ അദ്ദേഹം ടൂറിസം മന്ത്രാലയത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ ഏതാണ്ട് 10:30 തന്നെ ചുമതല ഏൽക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വേണു, ശരി. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പെട്രോളിയം സഹമന്ത്രിയായി സുരേഷ് ഗോപി ചുമതലയേറ്റു. അല്പസമയത്തിനകം ജോർജ് കുര്യനും ചുമതലയേൽക്കും.